തിരൂരിലെ ഒരു ഓൺലൈൻ ചാനൽ CPM-നും ഏതോ തൽപര കക്ഷികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. ചാനലിനെതിരെ തുറന്നടിച്ച് AP നസീമ. നഗരസഭയ്ക്ക് മുന്നിൽ ഇടതുപക്ഷ സമരം. താൻ ഒപ്പിട്ട് നൽകിയത് എന്താണെന്ന് ഈ ചാനൽ വ്യക്തമാക്കണം. UDF ഭരണസമിതിക്കെതിരെ ഈ ഓൺലൈൻ ചാനൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുന്നേ തിരുനാവായ പഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെയും ഇവർ വാർത്തകൾ നൽകിയത്. ഏത് ലൈവ് ആയാലും തനിക്ക് പ്രശ്നമില്ലെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടാൽ പേടിച്ചോടുന്നവളല്ല താനെന്നും വാർത്തകൾ നൽകുമ്പോൾ സൂക്ഷിച്ചു വേണമെന്നും പൊതുജനങ്ങൾ കഴുതകളല്ല എന്നും നസീമ തുറന്നടിച്ചു. തിരൂർ നഗരസഭയിൽ കുറച്ച് ദിവസമായിട്ട് പ്രതിപക്ഷ സമരവുമായും അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചർച്ചകൾ നടക്കുകയാണ്. ശരിക്കും പൊതുജനങ്ങൾ അതൊക്കെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പലരും മറക്കുന്നു എന്നുള്ളതാണ്. ചില ഓൺലൈൻ മീഡിയാസിൻ്റെ ഒരു ന്യൂസ് എനിക്ക് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഒരു ഓൺലൈൻ ചാനലിൻ്റെ, പ്രത്യേകിച്ച് അങ്ങനെ പറയണം, അവർ പറയുന്ന വലിയൊരു വിമർശനാത്മകമായിട്ട് ഒരു ഒരു സംഭവം ഉന്നയിച്ചത് എന്താണെന്ന് വെച്ചാൽ, രേഖകൾ പുറത്തു വിട്ടു. തിരൂർ നഗരസഭ ചെയർപേഴ്സണും സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയുടെ രേഖകൾ പുറത്തു വിട്ടത്. ഇവരുടെ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അറിയാതെ എങ്ങാനും ഇരുന്നിട്ട് ഇനി തിരൂർ നഗരസഭേൻ്റെ ആധാർ എങ്ങാനും CPM-ന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തോന്ന് ഞാൻ കരുതി. കാരണം എന്താന്ന് വെച്ചാൽ, ഇവരുടെ വാർത്ത കേൾക്കുമ്പോൾ ഒരടിസ്ഥാനവും ഇല്ലാതെ, വേറെ ഒരു പണിയും ഇല്ലാതെ ഓൺലൈൻ മീഡിയ നടത്തുന്ന ഒരു ചാനല്, അങ്ങനെ തന്നെ വേണം പറയാൻ, അവരുടെ പ്രസ്താവനയാണ് രേഖകൾ പുറത്തു വിട്ടു. ഞാനാകെ പേടിച്ചു, ഇതിപ്പോ എന്താ പുതിയൊരു രേഖ, ഞാൻ അറിയാതെ സ്വപ്നത്തിൽ വല്ല രേഖയും പോയോ? സ്വാഭാവികമായും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരി എന്ന നിലയിൽ നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, വിമർശനങ്ങൾ, നല്ല കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളണം. അങ്ങനെയാവണം ഭരണാധികാരികൾ. ഒരു UDF സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്നതിനാൽ തന്നെ കൃത്യമായ ധാരണയോടെ മുഴുവൻ കാര്യങ്ങളും ഇതുവരെ നീക്കുപോക്കുകളൊക്കെ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. ഒട്ടനവധി വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും CPM എന്ന പാർട്ടി ഇത്രയും കാലമായിട്ട് സമരമൊന്നും ചെയ്യാതെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് എൻ്റെ സംശയം. ഇലക്ഷൻ ആവാൻ നേരത്ത് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് വരികയും ഈ ഒരു മീഡിയ, ഈ ഒരു ഓൺലൈൻ ചാനല് പുറത്തു വിടുകയാണ്, രേഖകൾ പുറത്തു വിട്ടുന്നു. അപ്പൊ എന്താ രേഖകൾ? ഞാൻ ആ കട്ടിങ്സ് വായിച്ചു നോക്കി. കാരണം ഞാൻ അവരുമായി ഈ സമരക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. ഫസ്റ്റ് ദിവസം ചർച്ച നടത്തി. എൻ്റെ ലെറ്റർ ബേർഡിൽ അവർ രേഖാമൂലം ഉറപ്പ് ആവശ്യപ്പെട്ടു. ലെറ്റർ ബേർഡിൽ തരാനൊന്നും പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ, കൊടുക്കുന്നതിന് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതങ്ങനെ അടിയന്തിരമായിട്ട് അവർ പറയുമ്പോൾ എഴുതി കൊടുക്കാനുള്ള ഒരു സാധനമല്ലല്ലോ നമ്മുടെ ലെറ്റർ ബേർഡ്. അങ്ങനെ എന്തായാലും അവർ ഉന്നയിച്ച കാര്യങ്ങൾ 100% ഭരണാധികാരി എന്ന നിലയിൽ പൂർണ്ണമായി ഞാനത് ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. എല്ലാം ഓൺഗോയിങ് ആയ കാര്യങ്ങളാണ് അവർ വിമർശനമായി ഉന്നയിച്ചത്. സ്വാഭാവികമായും നമുക്ക് മുന്നിൽ ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ നമുക്ക് മുന്നിൽ വന്നിരുന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളോട് നമ്മൾ പറയും എന്ത്, ചർച്ചയ്ക്ക് വിളിക്കുകയും അവരുടെ പറയുന്ന കാര്യങ്ങൾ ന്യായമാണെങ്കിൽ ഒരു ഭരണാധികാരി എന്ത് ചെയ്യണം? പറഞ്ഞ പോലെ അപ്പു മറ്റേ സിനിമയിൽ പറയുന്നുണ്ട്, ചെറിയ സ്പാൻഡറിന്റെ എടുക്ക് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്നുണ്ട്. ഞാൻ അതേപോലെ പറഞ്ഞതൊന്നുമല്ല. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ സെക്രട്ടറിയും ഞാനും കൂടി രണ്ടാമതൊരു ദിവസം മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിംഗിൽ സെക്രട്ടറി വളരെ വ്യക്തമായി ആ കത്തിൽ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല. അത് മറച്ചു വെച്ച് കൊടുക്കേണ്ട കത്തല്ല. അവര് തന്നെയാണ് കത്തിന്റെ ഒപ്പ് മറച്ചു വെച്ച് ഈ ചാനലിൽ ഇത് പുറത്തു വിടുകയുണ്ടായി. എന്തിനാ അത് മറച്ചു വെക്കുന്നത്? ഇത് സ്വകാര്യമായിട്ട് എഴുതിയിട്ട് പോസ്റ്റായിട്ട് അയച്ചു കൊടുത്ത സാധനം ഒന്നല്ല. ഇവിടെ ഇരുന്ന് ഒരുപാട് ആളുകൾക്കിടയിൽ ഇരുന്ന് മീറ്റിംഗ് ചെയ്തിട്ട് വെച്ച് കൊടുത്ത സാധനമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഭരണാധികാരിന്റെ പണി ഇത് ഒഴിവാക്കി കൊടുക്കലാണ്. ചർച്ചകൾ വിളിക്കണം, അവരുടെ പ്രശ്നം എന്താണെന്ന് നോക്കണം. ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ഭരണാധികാരി. അല്ലാതെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേട്ട് അല്ലെങ്കിൽ അവരവിടെ സമരം ചെയ്യുമ്പോഴേക്കും പേടിച്ചോടിയതല്ല. അവർ സമരം ചെയ്ത് വെറും 2 മണിക്കൂറിനുള്ളിൽ ഞാനും ഞങ്ങളുടെ പ്രിയങ്കരനായ വൈസ് ചെയർമാനും കൂടി അവരുടെ ഓരോ വിമർശനങ്ങൾക്കും മക്കമിട്ട് മറുപടി നൽകിയതാണ്. അത് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. പൊതുജനം അത് കണ്ടതാണ്. പക്ഷെ അതിനുശേഷമാണ് ഈ നാടകീയമായ കളി ഈ മീഡിയ ചാനൽ നടത്തുന്ന ആൾ ചെയ്തിട്ടുള്ളത്. അവർ എന്ത് ലൈവോ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ന്യായമായ കാര്യങ്ങൾ, വേറെ പണിയൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർത്തി വേറെ എന്തെങ്കിലും നല്ല ജോലിക്ക് പോകണം. അതല്ലാതെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഉണ്ടാക്കി കൊടുത്ത് വരുമാനം ഉണ്ടാക്കിയിട്ടല്ല മക്കൾക്ക് ചോറ് കൊടുക്കേണ്ടതെന്നും കൂടി ഈ മാധ്യമങ്ങളോട് ഞാൻ പറയുക. ആ സംഭവം ഞാൻ എൻ്റെ ഔദ്യോഗികമായ ലെറ്റർ ബേർഡിൽ വലതുവശത്ത് ഒപ്പിട്ട് കൊടുക്കുന്നത് നഗരസഭ ഔദ്യോഗികമായിട്ട് ചെയർപേഴ്സൺ പറയുന്ന ഒരു രേഖയാണ്.
ഇനി ഞാൻ പിന്നെ ആ കൊടുത്ത പത്രത്തിന് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിന്റെ വില കുറച്ച് കാണണമെന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യ വ്യവസ്ഥിതിയാണ്, ഇവിടെ അങ്ങനെയൊക്കെ കൊടുക്കണം. പക്ഷെ രേഖ പുറത്തു വിട്ടു എന്ന് പറയുമ്പോൾ എന്ത് രേഖയാണ് ഇയാൾ പുറത്തു വിട്ടുന്നുള്ളത് ഈ പത്രക്കാരനൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. CPM സ്വാഭാവികമായിട്ടും അവരുടെ തടി തപ്പലിന് വേണ്ടിയിട്ട് ആദ്യം പകുതി എടുത്തു വിട്ടു, പിന്നെ മുഴുവൻ എടുത്തു വിട്ടു. അവർക്കിത് നിർത്തി പോകണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന കുറേ ആവശ്യങ്ങൾ, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നത്, അതിന്റെ പണികൾ പൂർത്തീകരിച്ചു, അതിന്റെ ടെൻഡർ കഴിഞ്ഞ് 19-ാം തീയതി അത് ഓപ്പൺ ചെയ്യാണ്. നിലവിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് അവർക്കറിയാം. റോഡുകള്, തോടുകള്, 10ഓളം അംഗനവാടികള്, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകള്. കഴിഞ്ഞ 5 വർഷത്തിനപ്പുറമായിട്ട് സംസ്ഥാന ഭരണത്തിന്റെയോ കേന്ദ്ര ഭരണത്തിന്റെയോ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ നഗരസഭയുടെ ഓൺ ഫണ്ടും കിട്ടുന്ന പ്ലാൻ ഫണ്ടും ഉപയോഗിച്ച് മനോഹരമായിട്ട് യാതൊരു തരത്തിലുള്ള പരാതികളും ഇല്ലാതെ നഗരസഭ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ അവർക്ക് അതിൽ ഒട്ടനവധി വിമർശനങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇപ്പൊ എനിക്ക് അവരുടെ സംശയം എന്താണെന്ന് വെച്ചാൽ 6 മാസം കഴിയാൻ പോവുകയാണ്, ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇനി ഞങ്ങളെങ്ങാനും ഭരണത്തിൽ വന്നാൽ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടൂല, അതുകൊണ്ട് 6 മാസത്തിന്റെ ഉള്ളിൽ ബാക്കിയുള്ള പണിയും കൂടി നിങ്ങൾ എടുത്തിട്ട് പോണേ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ആ സമരത്തിലൂടെ മനസ്സിലാക്കിയത്. നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികള്. പിന്നെ അറവുശാല ഭയങ്കരമായി കൊട്ടിഘോഷിച്ചൊരു പ്രശ്നമാണ്. അറവുശാല ഏതാണ്ട് 100 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാ പറയുന്നത് കേൾക്കണേ. അറവുശാലയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അതാണ്. ജനങ്ങൾക്ക് അറിവ് വേണോ, അറക്കണം. അതല്ല അവിടുത്തെ നാട്ടുകാർക്ക് പ്രയാസമുണ്ടോ, നാട്ടുകാരെ വിളിച്ചു വരുത്തി അവരുടെ പ്രയാസം എന്താണെന്ന് കേൾക്കണം. ആ പ്രയാസം ഈ മേൽ പരാമർശിക്കപ്പെടുന്ന ചാനല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുനാവായ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് പോയതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക, അതായത് ഒരു നിലവിലുള്ള ഭരണസമിതിയെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒന്നുകിൽ CPM-ന് വേണ്ടി അല്ലെങ്കിൽ തൽപര കക്ഷികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് അതിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം. സത്യം പറയാനുള്ളതായിരിക്കണം മാധ്യമങ്ങൾ. ആരെങ്കിലും താല്പര്യത്തിന് വേണ്ടിയിട്ട് ആരുടെങ്കിലും കയ്യിലുള്ള കാശിനോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടിയിട്ട് ഒരിക്കലും മാധ്യമ പ്രവർത്തനം ആരും നടത്തരുതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനെ ദുരീകരിച്ച് എല്ലാവരെയും ഒന്നിച്ചു ചേർത്തിട്ടാണ് ഒരു ഭരണാധികാരി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സമരവും നിരാഹാരവും ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്ന ഓൺലൈൻ ചാനലുകൾ, അത് അവർ ആർക്ക് വേണ്ടി ആരുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും അത് സൂക്ഷിക്കുന്നത് നന്നാവും. പൊതുജനം കഴുതയല്ല എന്ന് പറയാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.